വിപിൻ സി വിജയൻ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് നിലമ്പൂരിൽ നിന്ന്. വിപിൻ, അപ്പോൾ അവിടെ ചതുഷ്കോണ പോരാണ് നിലമ്പൂരിൽ. അൻവർ ഉയർത്തുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ടല്ലോ, എന്തൊക്കെയായിരിക്കും ഈ മണ്ഡലത്തിൽ പ്രതിഫലിക്കുക വിപിൻ? ഉന്മേഷ്, ദിവസങ്ങൾ നീണ്ട രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു അനിശ്ചിതത്തിനൊടുവിൽ ഇപ്പോൾ അവസാനം PV അൻവർ മത്സരിക്കാൻ തയ്യാറാകുന്നു. ഇതോടുകൂടി തന്നെ ഇപ്പോൾ മത്സര രംഗത്ത് 4 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. അതായത് LDFന്റെ UDF സ്ഥാനാർത്ഥി PV അൻവർ, ഒപ്പം തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയായി ഇന്നിപ്പോൾ വരുന്നു. അതേ SDPIയും സ്ഥാനാർത്ഥിയെ വയ്ക്കുന്നു. ഇങ്ങനെ 5 സ്ഥാനാർത്ഥികൾ നിലവിൽ തന്നെ ആയി കഴിഞ്ഞു. ഇതൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടമായിരിക്കും എന്നുള്ളത് തെല്ലും സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇനി മണ്ഡലത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സജീവമായി ചർച്ചയിൽ എത്തുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ PV അൻവർ പ്രധാനമായും പറയുന്നത് 2 കാര്യങ്ങളായിരിക്കും. അത് പിണറായി സത്യയും അതുപോലെ തന്നെ VD സതീശനും ആര്യടൻ ഷൗക്കത്തിനെതിരെയുമായിരിക്കും എന്നുള്ളത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ. അതിനിടയിൽ ഒരു വിവരം കൂടി ഇപ്പോൾ അറിയിക്കാം. PV അൻവറിന്റെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എന്നുള്ള കാര്യം ഡൽഹിയിൽ നിന്ന് ബൽറാം ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. വിപിൻ, തുടർന്നുള്ളൂ. യെസ്, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ അതൊരു വലിയ ചർച്ചയായിരുന്നു. അതായത് ദേശീയ നേതൃത്വത്തെ ഇവിടുന്ന് മത്സരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള അനുമതിയൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അനുമതി കൊടുത്തു. അതോടൊപ്പം തന്നെ PV അൻവറിന് ആ കാര്യത്തിൽ എന്ത് വേണമെങ്കിലും ഒരു തീരുമാനമെടുക്കാം, UDFന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്നുള്ളതായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ അവരുടെ പാർട്ടി ചിഹ്നം തന്നെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ ഒരു അന്തിമ ചർച്ച നടക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദേശീയ നേതൃത്വത്തിന്റെ പ്രഖ്യാപനം കൂടി വരുമ്പോൾ അവരുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകും എന്നുള്ളത് കൂടി വ്യക്തമാവുകയാണ്. ഇനി അങ്ങോട്ടേക്ക് അപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി തന്നെ സജീവമായുള്ള പോരാട്ടം ആരംഭിക്കുമെന്നുള്ള കാര്യത്തിൽ തെല്ലും സംശയമില്ല. ഇപ്പോൾ ഇവരുടെ മുഴുവൻ സോഷ്യൽ മീഡിയ അടക്കം നോക്കുന്ന IPAC ടീം PV അൻവറുമായി ഒരു കൂടിക്കാഴ്ച ഇന്ന് രാവിലെയും നടത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണ്ഡലത്തിലാകെ PV അൻവറിന്റെ ഫ്ലക്സ് ബോർഡുകൾ ഉൾപ്പെടെ ഉയരുകയും ചെയ്തു. PV അൻവർ ഈ നെക്സസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ UDFനെ സംബന്ധിച്ച് അത് ഭരണവിരുദ്ധ തരംഗത്തിലായിരുന്നു ഇതുവരെയും അവർ പ്രധാനമായും ഫോക്കസ് ചെയ്യുകയും അതേക്കുറിച്ചാണ് ചെയ്തിരുന്നത്.